എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യം. മത്തായി 16:6. എന്നാൽ യേശു അവരോട്, നോക്കുവീൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുളിച്ച മാവ്, ഇതേ ഓർമ്മപ്പെടുത്തൽ മർക്കോസ് 8-ാം അധ്യായത്തിലും കർത്താവ് നടത്തുന്നുണ്ട്. പുളിച്ച മാവ് എന്ന് മലയാളം ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഇടത്തെല്ലാം ഇംഗ്ലീഷിൽ കാണുന്നത് ഈസ്റ്റ് പോലെ പുളിപ്പിക്കുന്ന വസ്തു എന്നർത്ഥം വരുന്ന ലീവൻ എന്ന വാക്കാണ്. പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവ് സൂക്ഷിക്കണം എന്ന യേശു തൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞു. അതേ കാര്യം മർക്കോസിൻ്റെ സുവിശേഷം 8:15 പരീശന്മാരുടെയും ഹെരോദാവിൻ്റെയും പുളിച്ച മാവ് സൂക്ഷിച്ചു കൊള്ളണമെന്നും കാണുന്നു. എപ്പോഴും കൂടെ നടന്ന ശിഷ്യന്മാർക്കും അതിൻ്റെ പൊരുൾ ആദ്യം മനസ്സിലായില്ല. പിന്നീട് കർത്താവ് തന്നെ പറഞ്ഞു കൊടുത്തപ്പോഴാണ് പരീശർ, സദൂക്യർ, ഹെരോദാവ് എന്നിവരുടെ ദുരുപദേശത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പിടികിട്ടിയത്. ഒരു വലിയ കലത്തിൽ മാവ് എടുത്തിട്ട് പുളിക്കാനായി വളരെയൊന്നും ഈസ്റ്റ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരേ ഒരു സ്പൂൺ മതിയാകും. അതുപോലെ തന്നെ വളരെ നല്ല ഉപദേശ സംഹിതകളെയും നശിപ്പിക്കാൻ വളരെ ചെറിയ തോതിൽ, ഒരു പക്ഷേ ഒറ്റ വാക്കോ ഒരു ഉപദേശവും മതിയാകും. പുളിച്ച മാവിനെ അഥവാ പുളിപ്പിക്കുന്ന മാവായ ദുരുപദേശത്തെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് കർത്താവ് ഉപദേശിച്ചത് ഈ കാലങ്ങളിൽ ഗൗരവത്തോടെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ഹെരോദാവിൻ്റെ പുളിച്ച മാവ്. ഹെരോദ രാജാവിൻ്റെ കാലത്താണ് യോഹന്നാൻ സ്നാപകനും യേശു കർത്താവും ജീവിച്ചിരുന്നത്. ഹെരോദാവ് പാപത്തിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ പാപത്തിനെതിരായി ശക്തിയോടെ പ്രസംഗിച്ചു. നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനാണ് യോഹന്നാൻ എന്ന് ഹെരോദാവിനുള്ളിൽ ബോധമുണ്ടായിരുന്നു. അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ടും പലപ്പോഴും അവനെ വരുത്തി അവൻ്റെ പ്രസംഗം കേട്ടു. വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോന്നു. ഹെരോദാവിന് മാനസാന്തരപ്പെടുവാൻ ധാരാളം അവസരങ്ങൾ കിട്ടി. യോഹന്നാൻ സ്നാപകൻ പല പ്രാവശ്യം അവൻ്റെ പാപത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ചുരുങ്ങിയ സമയത്തേക്ക് യേശുവിനെയും തൻ്റെ കയ്യിൽ ഹെരോദാവിന് കിട്ടി. എന്നാലും പാപ വഴികളിൽ നിന്ന് തിരിയാൻ അവൻ കൂട്ടാക്കിയില്ല. പാപവുമായി ഒരു വിധത്തിൽ ഒരു പൊരുത്തത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല ആളുകളുടെ പ്രസംഗം കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു. പക്ഷേ അവയൊന്നും തന്നെ സ്പർശിക്കാൻ സമ്മതിക്കാതെ സൂക്ഷിക്കുക എന്നിങ്ങനെയുള്ള ഒരു മട്ടിൽ അവൻ ജീവിതം തുടരുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനം അപ്പോസ്തലപ്രവൃത്തി 12:23 നമ്മൾ കാണുന്നു, ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ ദൈവത്തിൻ്റെ ദൂതൻ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. പ്രതാപശാലിയായി വിരാജിച്ച ഒരുവൻ്റെ ദയനീയമായ അന്തം. ഇന്നത്തെ കാലത്തും ഇതുപോലെയുള്ള മനുഷ്യർ ഉണ്ട്. പുറമെ നോക്കിയാൽ വലിയ പ്രാർത്ഥനാ താൽപര്യരും ഭക്തരുമായിട്ടൊക്കെ കാണും. മീറ്റിങ്ങുകൾക്കും പ്രസംഗങ്ങൾക്കുമൊക്കെ പോകുന്നവരുമായിരിക്കാം. പാപബോധം പലപ്പോഴും ഉണ്ടായിട്ടും പാപത്തെ തള്ളിക്കളയാൻ മനസ്സില്ലാതെ അതിനെ താലോലിച്ച് ജീവിക്കുന്നവരായി ഇക്കൂട്ടരെ നമ്മൾ കാണുന്നു. അതുകൊണ്ട് വളരെ പരിതാപകരമായ ഒരു ജീവിതത്തിലേക്കാണ് പോകുന്നത് എന്ന് ഇവിടെ ഹെരോദാവിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരീശന്മാരുടെ പുളിച്ച മാവിനെ കുറിച്ച് കർത്താവ് പറയുന്നു. അത് പരീശന്മാർ എല്ലാറ്റിലും മതഭക്തിയുള്ളവരായിരുന്നു. അവരുടെ പരിപാടികൾക്കോ ഭക്തിമാർഗത്തിനോ പ്രകടമായി യാതൊരു തെറ്റും ആർക്കും ആരോപിക്കാൻ കഴിയില്ല. ദേവാലയത്തിൽ ഒരിക്കൽ ഒരു പരീശനും ചുങ്കക്കാരനും കൂടെ പ്രാർത്ഥിക്കാൻ പോയ ഉപമ യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പരീശൻ തന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം സത്യമാണ്. സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവത്തോടാണ് പരീശൻ പറയുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും.
അവരുടെ ജീവിതം തന്നെ ഭക്തിയുടെ വേഷപ്രകടനമായിരുന്നു. അവർ തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരും ഭിക്ഷ കൊടുക്കുമ്പോൾ കാഹളമൂതിക്കുന്നവരും തിരിച്ചു വാങ്ങിക്കണമെന്നുള്ള നിർബന്ധത്തോടെ കടം കൊടുക്കുന്നവരും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും കൈപ്പറ്റുന്നവരുമായിരുന്നു. അവർ പ്രാർത്ഥിക്കുന്നതും ഭിക്ഷ കൊടുക്കുന്നതും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതുമൊക്കെ നല്ലതാണ്. പക്ഷേ ഇവയെല്ലാം മറ്റുള്ളവർ കാണേണ്ടതിന് ചെയ്തു എന്നുള്ളത് അവരെക്കുറിച്ച് കുറ്റമായി കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തി ത്യജിക്കുന്നവരായി അവർ തീർന്നു. അവർ തലമുറകളായി നോക്കിപ്പാർത്ത അവരുടെ മശിഹ അവരുടെ മധ്യത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിയുന്നതിന് അവരുടെ കുരുട്ട് കണ്ണുകൾക്ക് സാധിച്ചില്ല. ഇന്നും ഇതുപോലെ അനേകർ ജീവിക്കുന്നു. മതാചാരങ്ങളെല്ലാം അനുഷ്ഠിച്ച് പക്ഷേ ജീവനാഥനെ ആരാണെന്ന് മനസ്സിലാക്കാതെ, യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആനന്ദവും സന്തോഷവും എന്തെന്ന് ഗ്രഹിക്കാൻ കൂട്ടാക്കാതെ വേഷഭക്തിയിൽ മാത്രം ശ്രദ്ധിക്കുന്ന അനേകരെ മിക്കയിടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. മാനസാന്തരം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, പുതു സൃഷ്ടിയാകുക എന്നൊക്കെയുള്ളത് പഴഞ്ചനാശയങ്ങളായി തള്ളി ഭക്തിമാർഗത്തിൽ മുന്നേറുന്നവരെ ധാരാളം നമുക്ക് കാണാം. ഇതിനെയാണ് പരീശന്മാരുടെ പുളിച്ച മാവ് എന്ന് കർത്താവ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന് സദൂക്യരുടെ പുളിച്ച മാവാണ്. അടുത്ത കൂട്ടരാണ് സദൂക്യർ. പരീശന്മാരുടെ തന്നെ ഒരു വിഭാഗമാണവർ. അവരുടെ പ്രത്യേകത പുനരുത്ഥാനത്തിലോ നരകങ്ങളിലോ ഒന്നും അവർക്ക് വിശ്വാസമില്ല. ഈ ലോകത്തിൽ ആരംഭിച്ച് ഇവിടെ തന്നെ അവസാനിക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത് എന്നവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. നിത്യത എന്ന് ഒന്നില്ല, അതാണ് അവരുടെ വാദം. കർത്താവിൻ്റെ കാലത്തെ പുരോഹിത സംഘമൊക്കെ സദൂക്യ വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു. മഹാപുരോഹിതനായാലും മറ്റ് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ സദൂക്യരായിരുന്നു. നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നല്ല ഒരു പങ്കും ഇങ്ങനെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. സ്വർഗവും നരകവും ഉണ്ടെന്നും മരണത്തിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ടെന്നും വിശ്വസിക്കാത്ത അനേക ഭക്തർ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരെത്ര എന്നാണ് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയെ മറ്റ് സകല മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശ്രദ്ധേയമാക്കുന്ന ഏക വസ്തുത നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് നിന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തു ഉയർത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം. പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. അതുകൊണ്ട് സദൂക്യരുടെയും പരീശന്മാരുടെയും ഒക്കെ പുളിച്ച മാവ് മറ്റ് പല രൂപത്തിൽ ഇന്ന് നമ്മുടെയൊക്കെ ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ഭക്തിയുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. നമ്മൾ ചെയ്തു വരുന്ന പല കാര്യങ്ങളും പതിവ് പോലെ ചെയ്യുന്നുണ്ട്. എന്നാൽ പുളിച്ച മാവ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മാർഗത്തെ വല്ലാതെ തണുപ്പിച്ചു കളയുന്നു, വ്യതിചലിപ്പിച്ചു കളയുന്നു. നമ്മുടെ പ്രയോറിറ്റി എന്തിലാണ് എന്ന് തിരിച്ചറിയാം. നിത്യ ജീവനെക്കുറിച്ച് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കർത്താവിലാണോ നമ്മുടെ വിശ്വാസം? നമുക്ക് എന്തെങ്കിലും താല്പര്യമുള്ളത് ആർജിച്ചെടുക്കാനുള്ള ഓട്ടത്തിലാണോ നമ്മളിതിനെ കാണുന്നത്? പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്താം. സദൂക്കിൻ്റെയും പരീശൻ്റെയും പുളിച്ച മാവ് നമ്മുടെ ജീവിത ക്രമങ്ങളിൽ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് തിരിച്ചറിഞ്ഞ് രൂപാന്തരപ്പെടാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു. തിരുസാന്നിധ്യത്തിൻ്റെ നിറവിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ജോലി വേലകൾ ചെയ്യുമ്പോഴും യാത്രകൾ ചെയ്യുമ്പോഴും ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഓടുമ്പോഴുമെല്ലാം
അങ്ങയുടെ കരുണ കൂടെ ഇരിക്കണമേ, വഴി നടത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർക്കുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ മധുര അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നടത്തിയ വഴികളെയൊക്കെ ഓർത്ത് അങ്ങേ ധ്യാനിച്ച് പുതിയ ജീവിത വർഷങ്ങളിലേക്ക് പ്രവേശിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.